ബിഗ് ടി വി എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം പാളയത്ത് കെട്ടിടാവശിഷ്ടം വീണ് വാഹനം തകർന്നു. 80-90 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണ് തകർന്നു വീണത്. 2 ഇഞ്ച് കനത്തിലുള്ള സിമന്റ് കട്ടകളാണ് റോഡിലേക്ക് വീണത്. ഉച്ചയ്ക്ക് നടന്നു പോകുമ്പോഴേ വന്ന് അടന്നു വീഴായിരുന്നു. ഞാൻ തലനാരിക്കാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ അതെ വലിയ കല്ലുകളാണ് വന്ന് വീഴുന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു. അപകടമാണ് അത്. ആരെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കി അത് എത്ര വർഷത്തെ പഴക്കമെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ രാവിലെ 10:30 അടുത്ത സമയത്താണ് ഇങ്ങനെ ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടായത്. ഇങ്ങനത്തെ ഞാനില്ലായിരുന്നു, എൻ്റെ സഹപ്രവർത്തകയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഡ്യൂട്ടിയിൽ. ആ സമയത്താണിത് പൊട്ടി വീണത്. അപ്പോൾ അവൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തൊരു കാർ പാർക്ക് ചെയ്യാൻ സമയത്ത് അവൾ അങ്ങോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു അപകടമുണ്ട്, വലിയ അപകടം. ഇത് പൊട്ടിത്തെറിച്ചെന്നാണ് പറയണത്. അത് എന്നിട്ട് ഇവിടെ ഒരു 2 വീലർ ഇരുന്ന് അതിൻ്റെ പുറത്ത് വീണെന്ന് പറഞ്ഞ്. എപ്പോഴും നടന്നു പോണ പാതയാണ്. അപ്പം ഒന്നേ പുതുക്കി പണിയോ എന്തെങ്കിലും ചെയ്യണം, അത്യാവശ്യമാണത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മാർലിവ വർഗീസ് പോൾ നമുക്കൊപ്പം ചേരും. അതിനുമുമ്പ് ഒരു പ്രതികരണം കൂടി. പാർക്ക് ചെയ്തേക്കായിരുന്നു. അതിൻ്റെ മണ്ടയിൽ വീണിട്ടാണ് റോഡിലോട്ട് തെറിച്ചത്. സ്കൂട്ടിയിൽ നല്ല സ്ക്രാച്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. കാരണം അപ്പം നല്ല തിരക്കായിട്ട് വീഴും. കാരണം ഫുൾ ടൈം ഇങ്ങോട്ടും അങ്ങോട്ടും പാസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. ഇവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അപ്പം അവരെ മണ്ടയിൽ വീഴാതെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. വലിയ അപകടമാണ്. ഉറപ്പായിട്ടും. കാരണം അപ്പുറം ഇപ്പുറം ഒക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോണതാണ്. അപ്പോൾ ഭാഗ്യത്തിന് എന്തോ സ്കൂട്ടി വീണങ്ങ് പോയെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. മാർലിവ വർഗീസ് പോൾ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. മാർലിവ വർഗീസ് പോൾ, ഈ കെട്ടിടം പ്രവർത്തിക്കുന്നതാണോ? ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ? ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പൂവിട്ട് പൂജിക്കണം. ബിനിൽ പോത്തൻ ബാബു, അതുതന്നെയാണ്. കാരണം വലിയ അപകടം പിടിച്ച ഒരു കെട്ടിടം, അത് പ്രധാന റോഡാണ്. ഇത് യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റിയുടെ സമീപത്തുള്ള റോഡാണ്. എപ്പോഴും തിരക്കുള്ള ഒരു റോഡാണ്. സാഫല്യം കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കൊളംബോ സാരീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഈ ബിൽഡിംഗിൽ ഇത്ര 80-90 വർഷം പഴക്കമുള്ളതെന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത്. ചിലർ പറയുന്നു അതിന് 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നൊക്കെ. അത്തരത്തിലുള്ളൊരു ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇല്ലാതെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. പലരും റോഡെന്ന് പറഞ്ഞാൽ അതൊരു നടപ്പാതയാണ്. റോഡിന് സൈഡിലുള്ള മെയിൻ റോഡിന് സൈഡിലുള്ള നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ ഇതിന്റെ മുകളിൽ നിന്ന് വലിയ കഷ്ണങ്ങൾ, അത് 2 ഇഞ്ച് വലിപ്പത്തിലൊക്കെയുള്ള നീളത്തിലൊക്കെയുള്ള വലിയ കഷ്ണങ്ങൾ വന്ന് വീഴുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അപകടം എന്ന് പറഞ്ഞാൽ അത് തലയിലൊക്കെ വീഴുന്ന തരത്തിലേക്ക്. ഇപ്പം ആദ്യം നടത്തിയ ഒരു പ്രതികരണത്തിലെ ആൾ പറയുന്നത് പോലെ അവരുടെ തലയെ പെട്ടെന്ന് അയാൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവിടെ ഇരിക്കുന്ന വാഹനം അത് കേടുപാട് സംഭവിക്കുന്നു. അത്തരത്തിൽ അവിടെ കൂടെ നടക്കുന്ന എല്ലാ യാത്രക്കാരെയും ബാധിക്കുന്ന തരത്തിലുള്ളൊരു അപകടാവസ്ഥയിലാണ് ഈ കെട്ടിടം ഇരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ബിൽഡിംഗ് ഓണറിനെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ അദ്ദേഹം കോൾ എടുക്കുന്നില്ല. ഇവരുടെ അതായത് കൊളംബോ സാരീസ് എന്ന് പറയുന്ന വാടകയ്ക്ക് നടത്തുന്ന അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്നലെയൊക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായി. ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് അപകടം സംഭവിക്കുന്ന തരത്തിലാണ് ആ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് മെയിൻ്റനൻസ് ഇവർ പലതവണയായി ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഓണർ അതിൽ കോടതിയിൽ എന്തോ കേസിന്റെ ഇങ്ങനെ അടർന്നു വീഴുന്ന കഷ്ടങ്ങളുള്ള സിമന്റ് ബ്ലോക്കുകളുള്ള ഒരു കെട്ടിടത്തിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ അപകടം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഒരു രക്ഷാപ്രവർത്തനം പോലും അസാധ്യമാകുന്ന വിധത്തിൽ അവിടെ വലിയ വിള്ളലുകൾ ഉണ്ട് എന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാവുകയാണല്ലോ. ആ കെട്ടിടം അത്രത്തോളം കാലപ്പഴക്കം ചെന്നിരിക്കുകയാണ്. ഒന്നെങ്കിൽ ആ കെട്ടിടം പൊളിച്ചു കളയണം, അല്ലെങ്കിൽ അതിന് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ നടപടികൾ ഉണ്ടാകണം. നഗരസഭ അധികൃതരുമായി സംസാരിച്ചോ? കോർപ്പറേഷൻ എന്താണ് പറയുന്നത്? കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോർപ്പറേഷനിൽ തന്നെയാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു രീതിയിൽ സംസാരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ അകത്തോട്ട്, അതായത് ഇവർ ഈ കൊളംബോ സാരീസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നത് ഇതിന്റെ മുകൾ ഭാഗത്ത് അകത്തോട്ടുള്ള ചെറിയ ഒരു ഭാഗത്താണ്. അവിടെ അവരുടെ ആവശ്യങ്ങൾക്കുള്ള മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. അതേസമയം ഇത് സൺസൈഡ് പോലെയുള്ള താഴേക്ക് പതിക്കുന്ന തരത്തിൽ ഇളകി പൊളിഞ്ഞിരിക്കുന്ന, അതും വലിയ തരത്തിലുള്ള സിമന്റ് കട്ടകൾ, ഈ പണ്ടത്തെയൊക്കെ ഒരു
പ്ലാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള കട്ടകളാണ്, സിമെന്റ് കട്ടകളാണ്. അത് വന്ന് വീഴുന്ന തരത്തിൽ അത് പൊതുജനങ്ങൾക്ക് അപകടം പറ്റുന്ന തരത്തിലേക്ക് ആകുമ്പോഴും അതിനൊരു മെയിൻ്റനൻസ് എത്ര വർഷമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് കോടതിയുടെയും കേസിൻ്റെയൊക്കെ കാര്യം പറയുന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായും പൊളിച്ചു മാറ്റപ്പെടേണ്ട അല്ലെങ്കിൽ പുതുതായി അത് പുതുക്കി പണിയേണ്ട ഒരു കെട്ടിടം തന്നെയാണ്. അത്തരത്തിൽ വളരെ ജീർണ അവസ്ഥയിലിരിക്കുന്ന ഒരു കെട്ടിടമാണ്. നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മേയറോട് തന്നെ നേരിട്ട് സംസാരിക്കുകയാണ്. ഈ ഓണറുമായി ബന്ധപ്പെട്ട ഓണറിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഈ ഒരു കെട്ടിടമല്ല, വളരെ പ്രമുഖമായ കെട്ടിടങ്ങളുള്ള ഒരു ഓണറാണ് ഇതിൻ്റെ ഓണർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് പേര് കേട്ട കെട്ടിടങ്ങളുള്ള ഓണറാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള അപകട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടും ഇതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ച് ആ എത്ര പേര് കേട്ട കെട്ടിടമുള്ള ഓണറാണെങ്കിലും ഈ കെട്ടിടത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ഉണ്ടായി, സംഭവിക്കാൻ പാടില്ലാത്തത് ഉണ്ടായി, സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ പേരെല്ലാം പോയിട്ട് പിന്നെ നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാകില്ലല്ലോ. അപ്പോൾ കോർപ്പറേഷൻ ഇതിൽ കൃത്യമായ രീതിയിലുള്ള നടപടി എടുക്കണം. ഒപ്പം തന്നെ ആ കെട്ടിട ഉടമയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. നോക്കൂ ആ ദൃശ്യങ്ങളിൽ തന്നെ ആ വിള്ളലൊക്കെ എത്ര വലുതാണ്, വലിയ വിള്ളലാണ്. ആഞ്ഞൊരു തള്ളു തള്ളിക്കഴിഞ്ഞാൽ താഴേക്ക് പോകാവുന്ന വിധത്തിലാണ് വലിയ കട്ടിയുള്ള സിമെന്റ് പാളികൾ ഉൾപ്പെടെ നിൽക്കുന്നത്, ആ സൺഷെയ്ഡിന്റെ ഭാഗത്തെല്ലാം അടക്കം. അതെ ബിനിൽ പോത്തൻ ബാബു, അതുതന്നെയാണ്. ഇപ്പോൾ നോക്കിയാലറിയാം, ഇവിടെ നല്ല കനത്ത മഴയാണ്. ഈ കനത്ത മഴയിൽ അവിടെ കൂടെ യാത്ര ചെയ്യുന്നവർ എല്ലാവരും വളരെ അപകട ഭീഷണി തന്നെ നേരിടുന്നവരാണ്. ഇവിടെ നമ്മളോട് പ്രതികരിച്ച ഒരു ട്രാഫിക് വോളണ്ടിയർ ഉണ്ട്. അത് ആ ചേച്ചി പറയുന്നതും വലിയ അപകടമാണ്. അവിടെ നിന്നാണ് അവർക്ക് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത്. കാരണം ഇത് നടപ്പാതയാണല്ലോ, കടയുടെ മുൻവശത്ത് നടപ്പാതയാണ്. ഈ നടപ്പാതയിൽ നിന്നാണ് അവർക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത്. ആ നിയന്ത്രിക്കേണ്ട സമയത്ത് പോലും അവർ ഭയപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. കാറൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഏരിയയിൽ തന്നെയാണ്, റോഡിന്റെ വശങ്ങളിൽ കാറും വണ്ടികളുമൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്കും ഇത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ വി രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി രാജേഷ്, ഇപ്പോൾ പാളയത്തുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടം കാണുമ്പോൾ തന്നെ പേടിയാവും. ആ ഒരു കെട്ടിടത്തിന്റെ സിമെന്റ് പാളികൾ താഴേക്ക് വീണ ഒരു വാഹനം തകർന്നിരിക്കുകയാണ്. അവിടെ നടന്നു പോകുന്ന മനുഷ്യരുടെ എല്ലാം ജീവൻ ആപത്താണ് ആ കെട്ടിടം കണ്ടിട്ടുണ്ടോ അങ്ങ്? ഞാനൊരു മറ്റൊരു പരിപാടിക്ക്, ഒരു ഔദ്യോഗിക പരിപാടിക്ക് സ്റ്റേജിലാണ്. അപ്പോഴാണ് നിങ്ങളുടെ ചാനലിന് വിവരം അറിയുന്നത്. ഏത് കെട്ടിടം കുറെയൊക്കെ കണ്ടിട്ടുണ്ട്, ഏത് കെട്ടിടമാണെന്ന് എനിക്കിപ്പോ പറയും, ഞാൻ അന്വേഷിക്കട്ടെ. ഇപ്പൊ സ്റ്റേജിലാണ്, ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. അന്വേഷിക്കാം. വളരെ പഴക്കമുള്ള കെട്ടിടമാണ്, അടിയന്തരമായി കോർപ്പറേഷൻ ഇടപെടേണ്ട കാര്യമാണ് മേയർ. അല്ല, പഴക്കമുള്ള ഒരുപാട് കെട്ടിടങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. 100 കണക്കിന് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളുണ്ട്, പുതിയ കെട്ടിടങ്ങളുണ്ട്. ഏതാണ് കെട്ടിടം, എന്താണ് സംഭവം, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണെന്ന് നോക്കട്ടെ. കോർപ്പറേഷന് ഉത്തരവാദിത്തത്തിലുള്ളതാണോ, കെട്ടിടമാണോ, പ്രൈവറ്റ് ആണോ, എന്താണെന്ന് നോക്കട്ടെ. പ്രൈവറ്റ് ആണ്, സ്വകാര്യ വ്യക്തിയുടേതാണെന്ന് പറഞ്ഞു. ഓക്കെ, വിവരങ്ങൾ ശേഖരിച്ചോളൂ. ശരി, മേയർ വി രാജേഷ് ആണ് നമുക്കൊപ്പം ചേർന്നത്. ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ പലയിടങ്ങളിൽ, വലിയ നഗരങ്ങളിൽ ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ അതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും കൃത്യമായ മെയിൻ്റനൻസ് ഇല്ല ഇവിടെ എന്ന് വ്യക്തമാവുകയാണല്ലോ. ആ മെയിൻ്റനൻസ് ഇല്ലായ്മ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലേ മാർലിവ? തീർച്ചയായും ബിനിൽ പോത്തൻ ബാബു, മേയറിന് കൃത്യമായി ഏത് കെട്ടിടമാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഇപ്പോൾ ആദ്യമായി ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാകില്ല. ഇപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകാൻ തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ മേയറുടെ പരിപാടിയിൽ നമ്മളുമുണ്ട്. അദ്ദേഹത്തോട് കൃത്യമായി പറയും എന്തൊക്കെയാണ്, ഏത് കെട്ടിടമാണ്, ആരാണ് ഇതിൻ്റെ ഉടമ എന്നതൊക്കെ അന്വേഷിച്ച് അവർ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി അദ്ദേഹത്തിന് കൈമാറും. അദ്ദേഹം അതിന് കൃത്യമായി നടപടി എടുക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ അടിയന്തരമായൊരു നടപടി ഈ ഒരു കാര്യത്തിൽ വേണം. കാരണം ഇപ്പോഴും ഈ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തും അവിടെ കൂടെ നടന്നു പോകുന്ന, അത്തരത്തിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വഴിയാണത്, നടപ്പാതയാണ്. വലിയ സിമന്റ് കല്ലുകളാണ് വന്ന് വീഴുന്നത്. അത് ഏത് ഭാഗത്ത് വേണമെങ്കിലും വീണ് പരിക്ക് പറ്റാൻ തരത്തിൽ കുറച്ച് ഉയർന്ന സ്ഥലത്ത് നിന്നാണ് വന്ന് വീഴുന്നത്. ആ കെട്ടിടം വളരെ വലിയ പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കും ആ കല്ലുകൾ അല്ലെങ്കിൽ ആ സിമന്റ് പാളികൾ ഉൾപ്പെടെ വീഴുക. അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കാതെ സ്വസ്ഥമായി നടന്നു പോകുന്നതിനിടയിലായിരിക്കും അപകടം ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് ഒരു അപകടം ഉണ്ടായത്. മാർലിവ വർഗീസ് പോളാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് ആ പ്രതികരണം ഒന്നുകൂടി കണ്ടുവരാം. അവിടെ സ്ഥിരമായി അവിടെ നിന്ന് നിയന്ത്രിക്കുന്ന, ട്രാഫിക് ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന സുരക്ഷാ ജീവനക്കാരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഉച്ചയ്ക്ക് നടന്നു പോകുമ്പോഴേ വന്ന് അടന്നു വീഴായിരുന്നു. ഞാൻ തലനാരിക്കാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ അതെ വലിയ കല്ലുകളാണ് വന്ന് വീഴുന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപകടമാണ് അത്. ആരെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കി അത് എത്ര വർഷത്തെ പഴക്കമെന്ന് എനിക്കറിയില്ല.
ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ രാവിലെ 10:30 അടുത്ത സമയത്താണ് ഇങ്ങനെ ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടായത്. ഇങ്ങനത്തെ ഞാനില്ലായിരുന്നു, എൻ്റെ സഹപ്രവർത്തകയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഡ്യൂട്ടിയിൽ. ആ സമയത്താണിത് പൊട്ടി വീണത്. അപ്പോൾ അവൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തൊരു കാർ പാർക്ക് ചെയ്യാൻ സമയത്ത് അവൾ അങ്ങോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു അപകടമുണ്ട്, വലിയ അപകടം. ഇത് പൊട്ടിത്തെറിച്ചെന്നാണ് പറയണത്. അത് എന്നിട്ട് ഇവിടെ ഒരു 2 വീലർ ഇരുന്ന് അതിൻ്റെ പുറത്ത് വീണെന്ന് പറഞ്ഞത്. എപ്പോഴും നടന്നു പോണ പാതയാണ്. അപ്പം ഒന്നേ പുതുക്കി പണിയോ എന്തെങ്കിലും ചെയ്യണം, അത്യാവശ്യമാണത്.